നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കൊടും ക്രിമിനലുകളെ കണ്ടുപിടിക്കുന്നതിലും നിരീക്ഷിക്കുന്നതിലും പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന് കണക്കുകൾ. കഴിഞ്ഞ 3 വർഷത്തിനിടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ 42 പ്രതികളിൽ 25 പേരെ മാത്രമാണ് പിടികൂടാനായത്. പരോളിൽ ഇറങ്ങി മുങ്ങിയവരും വിചാരണ കാലയളവിൽ ജാമ്യത്തിൽ ഇറങ്ങിയവരുമായ സ്ഥിരം ക്രിമിനലുകളുടെ കാര്യത്തിലാണ് പോലീസ് ഗുരുതര അനാസ്ഥ കാട്ടുന്നത്. സംസ്ഥാനത്ത് സ്ഥിരം കുറ്റവാളികളെ കണ്ടെത്താനും ജയിൽ ചാടിയവരെ പിടികൂടാനും സുശക്തമായ സംവിധാനങ്ങളുണ്ട് എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വാദം. എന്നാൽ കോഴിക്കോട് പേരാമ്പ്ര നെച്ചാട് അനു എന്ന 26-കാരിയെ സ്ഥിരം കുറ്റവാളിയായ മുജീബ് റഹ്മാൻ കൊല്ലപ്പെടുത്തിയ സംഭവം ഈ അവകാശവാദത്തിന്റെ മുനയൊടിച്ചു. ഇക്കാര്യം ശരിവെക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജയിൽ ചാടിയവരെയും പരോളിൽ ഇറങ്ങി മുങ്ങിയവരെയും പിടികൂടാനും വിചാരണ കാലയളവിനിടെ ജാമ്യത്തിൽ ഇറങ്ങുന്നവരെ അടക്കം സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിക്കാനും പ്രത്യേക രജിസ്റ്ററും സംവിധാനങ്ങളും പോലീസിന്റെ പക്കലുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ പോലീസ് സംവിധാനങ്ങൾ എത്ര കണ്ട് പരാജയമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2 പതിറ്റാണ്ടിനിടെ സംസ്ഥാനത്തെ വിവിധ ജയിലുകളിൽ നിന്ന് പരോളിലിറങ്ങി മുങ്ങിയത് 70 പ്രതികളാണ്. ഇതിൽ 67 പേരും കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവരാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ 42 പ്രതികളിൽ പിടികൂടാനായത് 25 പേരെ മാത്രമാണ്. കൊലപാതകം, ബലാത്സംഗം അടക്കം ഗുരുതര കേസുകളിൽ വിചാരണ നീണ്ടുപോകുന്നതും കൊടും ക്രിമിനലുകൾക്ക് കൂടുതൽ കുറ്റകൃത്യങ്ങൾക്ക് അവസരമൊരുക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് വയോധികയെ ബലാത്സംഗം ചെയ്ത കേസിൽ ജയിലിലായിരുന്ന മുജീബ് റഹ്മാൻ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു അനുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. സ്ഥിരം കുറ്റവാളികളുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന സസ്പെക്ട് ലിസ്റ്റ്, 3-ലധികം കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന കെഡി ലിസ്റ്റ്, 1-ലേറെ ജില്ലകളിൽ കുറ്റകൃത്യം നടത്തിയവരുടെ കണക്കുകൾ അടങ്ങുന്ന DC ലിസ്റ്റ് എന്നിവയെല്ലാം പോലീസിന്റെ പക്കലുണ്ട്. എന്നാൽ ഇതിലെ പേരുകാരായ ക്രിമിനലുകൾ എവിടെയെല്ലാം കറങ്ങി നടക്കുന്നുവെന്നോ എന്തെല്ലാം ചെയ്യുന്നുവെന്നോ നമ്മുടെ സംവിധാനങ്ങൾ അറിയുന്നില്ല. എന്നാൽ ഇതിലെ പേരുകാരായ ക്രിമിനലുകൾ എവിടെയെല്ലാം കറങ്ങി നടക്കുന്നുവെന്നോ എന്തെല്ലാം ചെയ്യുന്നുവെന്നോ നമ്മുടെ സംവിധാനങ്ങൾ അറിയുന്നത് ഇവർ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമെന്ന് സാരം.